ഏതായാലും മറ്റ് ആഗോള ആഭ്യന്തര വിപണികളിലെ കൂടുതൽ വിശേഷങ്ങൾ നമ്മളോടൊപ്പം പങ്കുവയ്ക്കാനായിട്ട് പതിവ് പോലെ നമുക്ക് പ്രദീപ് സാറിനെ വെൽക്കം ചെയ്യാം. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ, വെൽക്കം ടു ദ ഷോ. Good morning, Priya, and morning viewers. US വിപണിയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിരുന്നില്ല. ഇന്നിപ്പോൾ ഡാറ്റകളൊക്കെ തന്നെ വരാനിരിക്കെ ഒരു ഇടിവോട് കൂടിയിട്ടായിരുന്നു US വിപണി വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നത്തെ വിപണിയെ സംബന്ധിച്ച് US വിപണിയിൽ സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, അപ്പൊ നമ്മൾ ഇന്നലത്തെ മാർക്കറ്റ് ട്രെൻഡ് അനലൈസ് ചെയ്യുമ്പോഴേക്കും നമുക്ക് ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ മൂന്നാമത്തെ ദിവസമായിരുന്നു ഇന്നലെ തുടർച്ചയായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായത്. സോ നമ്മളിപ്പോ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട 38,400 പോയിന്റ്, റെസിസ്റ്റൻസ് ആയിട്ട് 39,200 പോയിന്റ്. 39,200 പോയിന്റ്സ് റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ പുതിയൊരു അപ് ട്രെൻഡ് ഡൗ ജോൺസ് ഇൻഡെക്സിൽ എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ആൻഡ് അറ്റ് ദ സെയിം ടൈം നമ്മളിപ്പോൾ നാസ്ഡാക്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നാസ്ഡാക്കിൽ വളരെ നേരിയ ഒരു മൂവ്മെന്റ് ഇന്നലെ കാണാൻ സാധിച്ചുള്ളൂ. ആൻഡ് നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ അഗെയിൻ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 18,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ബൈയിങ് അവസരം നാസ്ഡാക്കിൽ ലഭിക്കത്തുള്ളൂ. അതോടൊപ്പം കമ്മോഡിറ്റി വിപണിയിലേക്ക് നോക്കുമ്പോൾ ബ്രന്റ് ക്രൂഡിനെ സംബന്ധിച്ച് ഇപ്പോൾ ഡെറിവേറ്റീവ്സിൽ 0.16% ഒരു ഇടിവോട് കൂടിയിട്ട് ബാരലിന് $82.01 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്രന്റ് ക്രൂഡിൽ ഇന്നിപ്പോൾ നമ്മൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, നമ്മൾ ഒത്തിരി ദിവസമായിട്ട് ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു റെസിസ്റ്റൻസ് ലെവൽ ക്രൂഡിന്റെ കേസിൽ $80. ദിസ് ഇസ് ഫോർ WTI ക്രൂഡ്. സോ 79-80 ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. അണ്ടർടോൺ വളരെ ബുള്ളിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് പൊസിഷൻസ് അറ്റ് ദിസ് മൊമെന്റ് അവോയ്ഡ് ചെയ്യുക. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ തീർച്ചയായിട്ടും നമുക്കൊരു ബൈയിങ് അവസരം ലഭിക്കും. അതോടൊപ്പം ഗോൾഡിനെ സംബന്ധിച്ച് ഔൺസിന് 2036.4 എന്ന റേഞ്ചിലാണ് ഇപ്പോൾ ഗോൾഡ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിൽ ഇനി പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? സോ സ്വർണത്തിന്റെ കേസിൽ ഒരു മൂവ്മെന്റും ഇന്നലെ കാണാൻ ഇടയായില്ല. ആൻഡ് സ്വർണം അഗെയിൻ കണ്ടിന്യൂസ് ടു ടെസ്റ്റ് ദാറ്റ് ഏരിയ ഓഫ് 2040. $240 is a very, very major area for gold. So at the moment നമുക്ക് ഗോൾഡിൽ ലോങ് പൊസിഷനോ ഷോർട്ട് പൊസിഷനോ എടുക്കാൻ ഒരു അവസരവും കാണുന്നില്ല. അവോയ്ഡ് ഗോൾഡ് അറ്റ് ദിസ് മൊമെന്റ്. ആഭ്യന്തര വിപണിയിലേക്ക് വരുന്ന സമയത്ത് ഞാൻ നേരത്തെയും സൂചിപ്പിച്ച പോലെ തന്നെ കനത്ത ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ ആദ്യ മണിക്കൂറുകളിൽ 22,229.15 എന്നൊരു ഇൻട്രാഡേ ഹൈയിലേക്ക് ഉയർന്നു വരാൻ വേണ്ടിയിട്ട് നിഫ്റ്റിക്ക് സാധിച്ചിരുന്നു. എന്നാൽ പിന്നീട് തുടർന്ന് അങ്ങോട്ട് 22,200 എന്നൊരു ലെവൽ കൈവിട്ട് 22,000 എന്നൊരു ലെവലും കൈവിട്ട് കഴിഞ്ഞ ദിവസത്തിൽ 21,915 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. അവസാന നിമിഷങ്ങളിൽ ഒരു കനത്ത ഇടിവിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നിപ്പോൾ പ്രധാനമായിട്ട് നമുക്ക് ശ്രദ്ധിച്ചിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ നിഫ്റ്റി 50 ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും കഴിഞ്ഞ 7 ട്രേഡിംഗ് സെഷൻസ് ആയിട്ട് 22,000, 22,200 ഈ ഒരു റേഞ്ചിലൊക്കെ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുക. ബട്ട് യെസ്റ്റർഡേ നമുക്ക് അൺഫോർച്ചുനേറ്റ്ലി കാണാൻ ഇടയായത് there was a lot of profit taking happening. സോ ലോങ് ടേം ട്രെൻഡ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും തന്നെ ഇപ്പൊ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് നമ്മൾ ഓൾറെഡി ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ മുഖ്യമായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് 21,600, 21,600 പോയിന്റിന്റെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. എനിക്ക് തോന്നുന്നില്ല ഇന്ന് നമുക്ക് നിഫ്റ്റി 50 ഇൻഡെക്സിൽ പുതിയൊരു ബൈയിങ് അവസരം ലഭിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അങ്ങനെ ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി നമുക്ക് ലഭിക്കണമെങ്കിൽ 22,200 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്താൽ മാത്രമേ നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടാൻ പോകുന്നുള്ളൂ. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചും സമാനമായ ഒരു സ്ഥിതി തന്നെയായിരുന്നു കാണാൻ സാധിച്ചിരുന്നത്. ആദ്യ നിമിഷങ്ങളിൽ ഒരു മുന്നേറ്റ പ്രവണത കാണിച്ചിരുന്നെങ്കിൽ പോലും അവസാന നിമിഷങ്ങളിൽ കനത്ത വിൽപ്പനാ സമ്മർദ്ദം നിഫ്റ്റി ബാങ്ക് സൂചികയിലും പ്രകടമായിരുന്നു. ഇന്നലത്തെ ഒരു ഇൻട്രാഡേയിൽ 45,852 എന്ന റേഞ്ചിലേക്ക് താഴ്ന്നൊരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു ബാങ്കിംഗ് ഓഹരി പോലും ഒരു നേട്ടത്തോടു കൂടിയിട്ട് ഇന്നലെ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ല. എല്ലാ ബാങ്കിംഗ് ഓഹരികളും ഒരു കനത്ത വിൽപ്പനാ സമ്മർദ്ദം നേരിടുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ നമ്മൾ പ്രധാനമായിട്ടും വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ പ്രിയ, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്ന ജനുവരി മാസത്തിൽ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തിരുന്നു.
ആ ഒരു ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത് 44,429 പോയിന്റിലാണ്. സോ ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ആ ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഒരു നല്ലൊരു മുന്നേറ്റം നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് നൽകിയിരുന്നു. ആൻഡ് കഴിഞ്ഞ 5 സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് എ വെരി ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ്. സോ നമ്മൾ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഇപ്പൊ ഏറ്റവും മുഖ്യമായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 45,100 പോയിന്റിന്റെ സപ്പോർട്ട് ആയിരിക്കണം. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീട് 44,400 പോയിന്റിൽ വീണ്ടും നല്ലൊരു സപ്പോർട്ട് ഉണ്ട്. ആൻഡ് നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ലഭിക്കണമെങ്കിൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് 46,900 പോയിന്റിന്റെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നമുക്ക് സ്പെസിഫിക് ബാങ്ക് സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ നമുക്ക് കഴിഞ്ഞ 5-6 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ നല്ലൊരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നു വരുന്നുണ്ട്. സോ SBIയുടെ കേസിൽ ഐ തിങ്ക് എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ ശ്രദ്ധിച്ചിരിക്കേണ്ട ഒരു സ്റ്റോക്ക് ഇത്. ഇന്നത്തെ ട്രേഡിംഗിൽ 763 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ ഒരു സ്റ്റോക്കിൽ ലഭിക്കും. അറ്റ് ദ സെയിം ടൈം HDFC ബാങ്കിന്റെ കേസ് എടുക്കുമ്പോഴേക്കും HDFC ബാങ്ക് ഒരു ബോട്ടം ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ഒരു സൈഡ് വേസ് ട്രെൻഡ് കാഴ്ചവെച്ചുകൊണ്ടിരിക്കുന്നത്. ആൻഡ് HDFC ബാങ്കിന്റെ കേസിൽ നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1360 രൂപ. എനിക്ക് തോന്നുന്നില്ല ആ ഒരു സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടുമെന്ന്. ആൻഡ് ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് ഈ രണ്ട് സ്റ്റോക്സിൽ പർട്ടിക്കുലർലി എല്ലാ ഇൻവെസ്റ്റേഴ്സും വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്യണം. ബിക്കോസ് ഐ തിങ്ക് നമുക്ക് ലോ റിസ്ക് ബൈയിങ് അവസരം ഈ രണ്ട് സ്റ്റോക്കിലും ലഭിക്കുമല്ലോ. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തെ നിഫ്റ്റിയുടെ ഒരു ഇടിവിലേക്ക് ഏറ്റവും അധികം കോൺട്രിബ്യൂട്ട് ചെയ്ത ഹെവി വെയ്റ്റ്സിൽ റിലയൻസും കൂടി ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു. റിലയൻസ് കഴിഞ്ഞ ദിവസം കനത്തൊരു ഇടിവിൽ തന്നെയാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. റിലയൻസിനെ സംബന്ധിച്ച് അവരുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു അപ്ഡേഷൻ എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തന്നെ വാൾട്ട് ഡിസ്നിയുമായിട്ടുള്ള ഒരു ജോയിന്റ് വെഞ്ചർ തന്നെയാണ്. ലോകത്തിലെ തന്നെ ഏറ്റവും വേഗത്തിൽ വളരുന്ന മാധ്യമ വിനോദ എന്റർടൈൻമെന്റ് മീഡിയയില് നേതൃസ്ഥാനത്തേക്ക് എത്തുക എന്നത് ലക്ഷ്യമിട്ടുകൊണ്ട് റിലയൻസ് ഗ്രൂപ്പ് വാൾട്ട് ഡിസ്നി കമ്പനിയുമായിട്ട് കൈകോർക്കുന്നതായിട്ട് ധാരണയായിട്ടുണ്ടായിരുന്നു. ബുധനാഴ്ച RILനെ സംബന്ധിച്ച് അനുബന്ധ സ്ഥാപനമായിട്ടുള്ള വയോകോം 18ഉം ഡിസ്നിയുടെ ഇന്ത്യൻ യൂണിറ്റ് ആയിട്ടുള്ള സ്റ്റാർ ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ TV ഡിജിറ്റൽ സ്ട്രീമിംഗ് പ്ലാറ്റ്ഫോമുകൾ ഒന്ന് സൃഷ്ടിക്കുന്നതിന് വേണ്ടിയിട്ട് തങ്ങളുടെ ബിസിനസ്സുകൾ മെർജ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട്. അഗ്രിമെന്റ് പ്രകാരം വയോകോമിന്റെ മീഡിയ ഓപ്പറേഷൻസ് സ്റ്റാർ ഇന്ത്യ പ്രൈവറ്റ് ലിമിറ്റഡുമായിട്ട് ലയിപ്പിക്കുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 70,352 കോടി രൂപ മൂല്യമുള്ള ഒരു സംയുക്ത സംരംഭത്തിൽ RIL അതിന്റെ വളർച്ചാ തന്ത്രത്തെ പിന്തുണയ്ക്കുന്നതിനായിട്ട് സംരംഭത്തിലേക്ക് 11,500 കോടി രൂപ നിക്ഷേപിക്കുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. ഇതിന് മുന്നേ നമ്മൾ ഇതിന്റെ സൂചനകളൊക്കെ തന്നെ അറിഞ്ഞിട്ടുണ്ടായിരുന്നു, അപ്ഡേഷൻസ് ഒക്കെ തന്നെ നൽകിയിട്ടുണ്ടായിരുന്നു. റിലയൻസിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? നമുക്ക് മുന്നോട്ടേക്ക് പ്രധാനമായിട്ടും റിലയൻസിൽ ഒരു എൻട്രി പോസിബിൾ ആവണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? പ്രിയ, നമ്മൾ റിലയൻസിന്റെ സ്പെസിഫിക് കേസ് എടുക്കുമ്പോഴേക്കും നമുക്ക് ആക്ച്വലി നവംബർ മാസം മുതൽ ഓൾറെഡി ഒത്തിരി നേട്ടം നൽകിയ ഒരു സ്റ്റോക്ക് റിലയൻസ് ഇൻഡസ്ട്രി. സോ നവംബർ മാസത്തിലെ ലോവസ്റ്റ് ലെവൽ നോക്കുമ്പോഴേക്കും അത് 2,220 രൂപയാണ്. ആൻഡ് മിനിഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 3,000 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. സോ ഇന്നലത്തെ ഇടിവെന്ന് ഞാൻ അതിനെ ഒരിക്കലും വിലയിരുത്തത്തില്ല. ഞാൻ അതിനെ പ്രോഫിറ്റ് ടേക്കിംഗ് എന്ന് വിലയിരുത്തത്തുള്ളൂ. അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയി തുടരുന്നു. സോ നാച്ചുറലി അറ്റ് ദ മൊമെന്റ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നമുക്കൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് തന്നെ നമ്മൾ കരുതണം. ആൻഡ് ഏറ്റവും ലോവസ്റ്റ് റിസ്ക് ആയിട്ട് നമുക്കൊരു എൻട്രി ലഭിക്കാൻ പോകുന്നത് ഈ സ്റ്റോക്ക് കറക്റ്റ് ചെയ്തിട്ട് ഒരു 2,700 രൂപയിലോട്ട് താഴാൻ സാധിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ലോ റിസ്ക് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും. 2,700 തൊട്ട് മുകളിൽ 2,800 രൂപയിലും ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിട്ടുണ്ട്. അപ്പം കഴിഞ്ഞ ദിവസത്തെ വിപണിയിൽ ഓയിൽ ഇന്ത്യയുടെ ഓഹരികളെ സംബന്ധിച്ച് 1.5% അടുത്ത ഒരു ഇടിവിലേക്ക് വഴിമാറിയിട്ടുണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ച് 2023-24 സാമ്പത്തിക വർഷത്തിലെ രണ്ടാമത്തെ ഇടക്കാല ലാഭവിഹിതം പരിഗണിക്കുന്നതിനും പ്രഖ്യാപിക്കുന്നതിനുമായിട്ട് അവർ യോഗം ചേരുന്നതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് അറിയിച്ചിരുന്നു. മാർച്ച് 8-നായിരിക്കും ഇതുമായി ബന്ധപ്പെട്ട യോഗം ചേരുക എന്ന് അറിയിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഡിസംബർ ക്വാർട്ടറിൽ അവർക്ക് വളരെ മികച്ച റിസൾട്ട് നമ്പേഴ്സ് റിലീസ് ചെയ്യാൻ വേണ്ടി സാധിച്ചിരുന്നു. നെറ്റ് പ്രോഫിറ്റിലാണെങ്കിലും വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കാൻ വേണ്ടി സാധിച്ചിട്ടുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. നെറ്റ് പ്രോഫിറ്റ് 1746 കോടി രൂപയായിട്ട് ഉയരുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഒപ്പം തന്നെ വരുമാനത്തിലും ഒരു വർധനവ് രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് കമ്പനിക്ക് സാധിച്ചിട്ടുണ്ടായിരുന്നു. ഓയിൽ ഇന്ത്യയെ സംബന്ധിച്ച് ഓയിൽ ഇന്ത്യ കൈവശമുള്ള നിക്ഷേപകർ പ്രധാനമായിട്ടും സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? ഓയിൽ ഇന്ത്യയുടെ കേസിലും റിലയൻസിൽ കണ്ട പോലെ തന്നെ നവംബർ മാസത്തിലായിരുന്നു അതിന്റെ ഒരു ലാസ്റ്റ് മേജർ ബോട്ടം കാണാൻ സാധിക്കുന്നത്. അതിനുശേഷം കഴിഞ്ഞ ആഴ്ച വരെ ഒരു മേജർ കറക്ഷൻ ഈ സ്റ്റോക്കിൽ കണ്ടിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗിൽ ഈ ഒരു സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 630 രൂപ വരെ എത്തിയിരുന്നു. ആൻഡ് കഴിഞ്ഞ 5-8 സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഇസ് എ ലെവൽ ഓഫ് അബൌട്ട് ഓഫ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കൈവശം ഒരു ലോങ് ടേമിന് വേണ്ടി നമ്മൾ ഈ സ്റ്റോക്ക് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് നമ്മളൊരു ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമ്മൾ ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടായിരുന്നെങ്കിൽ നമ്മൾ ആദ്യത്തെ ഒരു സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുന്നത് 550 രൂപ. 550ന്റെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ അടുത്ത മേജർ സപ്പോർട്ട് 520. അത് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ പിന്നീടുള്ള മേജർ സപ്പോർട്ട് ഏരിയ 440 രൂപയിലാണ് കാണുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസത്തിൽ കോൾ ഇന്ത്യയെ സംബന്ധിച്ചും ബെയിലിനെ സംബന്ധിച്ചും മറ്റൊരു അപ്ഡേഷൻ കൂടി വന്നിട്ടുണ്ടായിരുന്നു. കോൾ ഇന്ത്യയെ സംബന്ധിച്ച് ഇന്നലെ 1.5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ബെയിൽ ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിനെ സംബന്ധിച്ച് 0.94% മുന്നേറ്റവും രേഖപ്പെടുത്തിയിരുന്നു. കോൾ ഇന്ത്യയും ബെയിലുമായിട്ടൊരു ജോയിന്റ് വെഞ്ചർ കരാറിൽ ഒപ്പുവെച്ചതുമായിട്ടുള്ള ഒരു അപ്ഡേഷൻസ് തന്നെയാണ് കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നത്. കൽക്കരി, രാസവസ്തുക്കൾ ഉൾപ്പെടെയുള്ള വിവിധ മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങളാക്കി മാറ്റുന്നതിനുള്ള പ്രധാന പ്രക്രിയയായിട്ടുള്ള കോൾ ഗ്യാസിഫിക്കേഷനായിട്ട് ആഭ്യന്തരമായിട്ട് വികസിപ്പിച്ച ബെയിലിന്റെ സാങ്കേതിക വിദ്യ പ്രയോജനപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഈ ഒരു ജോയിന്റ് വെഞ്ചർ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്നത്. കമ്പനിയിലെ ജോയിന്റ് വെഞ്ചറുമായി ബന്ധപ്പെട്ടിട്ട് 51% കോൾ ഇന്ത്യയും ഒപ്പം തന്നെ 49% ബെയിലുമായിരിക്കും കൈകാര്യം ചെയ്യുക എന്ന് തന്നെയാണ് അപ്ഡേഷൻസിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്. ഈ രണ്ട് സ്റ്റോക്കുകളെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? കോൾ ഇന്ത്യ അഗൈൻ കഴിഞ്ഞ ആഴ്ചയായിരുന്നു റെക്കോർഡ് ഓൾ ടൈം ഹൈ 487 രൂപ വരെ നമുക്ക് നേട്ടം നൽകിയത്. അതിനെ തുടർന്ന് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സോ കോൾ ഇന്ത്യയുടെ കേസിൽ 420 രൂപ വളരെ മേജർ ഒരു സപ്പോർട്ട് ലെവലായിട്ടാണ് കാണുന്നത്. 420 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. അങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ പിന്നീട് നമ്മൾ ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാനോ ഒരു ഓപ്പർച്യൂണിറ്റി എനിക്ക് കാണാൻ സാധിക്കുന്നില്ല. ഭാരത് ഹെവി ഇലക്ട്രിക്കൽസിന്റെ കേസിൽ എടുക്കുമ്പോഴേക്കും കഴിഞ്ഞ 2-3 ആഴ്ചകളായിട്ട് ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടന്നു വരുന്നുണ്ട്. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസ്. സോ സ്റ്റോക്കിന്റെ കേസിൽ നമുക്കൊരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 225 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ഇറ്റ്. ബട്ട് അറ്റ് ദ സെയിം ടൈം സപ്പോർട്ടായിട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 199 രൂപ. ഈ ദിവസം ഭാരത് ഫോർജിനെ സംബന്ധിച്ച് 2.5% ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 1150 രൂപ എന്ന റേഞ്ചിലാണ് ഭാരത് ഫോർജിന്റെ ഓഹരികൾ വ്യാപാരം അവസാനിപ്പിച്ചത്. കമ്പനിയുടെ പ്രൊമോട്ടേഴ്സ് 1.62% ഇക്വിറ്റീസ് പ്ലഡ്ജ് ചെയ്തതുമായി ബന്ധപ്പെട്ട അപ്ഡേഷൻസ് ഒക്കെ തന്നെ കഴിഞ്ഞ ദിവസം വന്നിട്ടുണ്ടായിരുന്നു. ഭാരത് ഫോർജിനെ സംബന്ധിച്ച് ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിൽ സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? ഭാരത് ഫോർജിന്റെ കേസിൽ അൺഫോർച്ചുനേറ്റ്ലി ഒരു 10 ദിവസങ്ങൾക്ക് മുൻപ് നമുക്കൊരു കനത്ത സെല്ലിംഗ് കാണാൻ ഇടയായി. അതിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി വഴിമാറി. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യരുത്. ഇറ്റ് ഇസ് എ ഹൈ റിസ്ക് അറ്റ് ദിസ് മൊമെന്റ്. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ വൈൻഡ് അപ്പ് ചെയ്യാൻ നോക്കുക. ഒപ്പം തന്നെ ടിപ്സ് ഇൻഡസ്ട്രീസ് ലിമിറ്റഡുമായി ബന്ധപ്പെട്ട മറ്റൊരു അപ്ഡേഷൻ എന്ന് പറയുന്നത് കമ്പനി ബൈബാക്കുമായി ബന്ധപ്പെട്ട തീരുമാനം അറിയിച്ചിട്ടുണ്ട്. ഏകദേശം 5.95 ലക്ഷം ഓഹരികൾ തിരികെ വാങ്ങുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. 37.2 കോടി രൂപയുടെ ഓഹരികൾ വാങ്ങാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. റെക്കോർഡ് ഡേറ്റുമായി ബന്ധപ്പെട്ട ക്ലാരിഫിക്കേഷൻ ഒക്കെ തന്നെ അറിയേണ്ടതുണ്ട്. എങ്കിൽ പോലും ഓഹരി ഒന്നിന് 625 രൂപ നിരക്കിലായിരിക്കും തിരികെ വാങ്ങാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നത്. ഏകദേശം 21.3% പ്രീമിയത്തിലായിരിക്കും ഇപ്പോൾ അവർ ബൈബാക്ക് ചെയ്യുക എന്ന് തന്നെയാണ് അനൗൺസ് ചെയ്തിരിക്കുന്നത്. ടെൻഡർ റൂട്ട് വഴി തന്നെയായിരിക്കും ബൈബാക്ക് നടത്തുക എന്നും അറിയിച്ചിട്ടുണ്ട്. ടിപ്സ് ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിച്ചിരുന്നു. ടിപ്സ് ഇൻഡസ്ട്രീസിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും വളരെയധികം റിട്ടേൺ നൽകിയിട്ട് ഒരു മൾട്ടി ബാഗറായി മാറിയിട്ടുള്ള ഒരു ഓഹരി കൂടിയാണ് ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയാൻ സാധിക്കും.
കഴിഞ്ഞൊരു 1 ഇയറിലും 147% റിട്ടേൺ ഒക്കെ തന്നെ ടിപ്സ് ഇൻഡസ്ട്രീസ് നൽകിയിട്ടുണ്ട്. ടിപ്സ് ഇൻഡസ്ട്രീസുമായി ബന്ധപ്പെട്ട് സാറിന്റെ വിലയിരുത്തൽ എന്താണ്? ലോങ് ടേം പെർസ്പെക്റ്റീവിൽ നമുക്ക് കൺസിഡർ ചെയ്യാൻ സാധിക്കുമോ? പ്രിയ, ടിപ്സ് ഇൻഡസ്ട്രീസ് എന്ന് പറയുന്ന ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണാനില്ല. ബട്ട് ഈ ഒരു സ്റ്റോക്കിന്റെ ഒരു പൊസിഷൻ എടുക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2-3 മാസത്തിനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയിട്ട് മെഞ്ഞാന്നത്തെ ട്രേഡിംഗിൽ ഈ സ്റ്റോക്ക് ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 530 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ എടുക്കാൻ ശ്രമിക്കരുത്. ടെൻഡർ ഓഫറിൽ പങ്കെടുക്കാൻ ശ്രമിക്കുക. ട്രൈ ടു സറണ്ടർ യുവർ ഷെയർസ്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ ദിവസം തന്നെ ഡ്രീം ഫോക്സ് സർവീസിന്റെ ഓഹരികൾ നല്ലൊരു മുന്നേറ്റം പ്രകടമാക്കിയിരുന്നു. 5% ഒരു നേട്ടത്തിൽ 508 രൂപ 10 പൈസ റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. ഡ്രീം ഫോക്സുമായി ബന്ധപ്പെട്ടിട്ട് പല ബ്രോക്കറേജുകളും വളരെ ഒപ്റ്റിമിസ്റ്റിക് ആയിട്ട് തന്നെ തുടരുന്നുണ്ട്. പ്രധാനമായിട്ടും മോത്തിലാൽ ഒസ്വാൾ അടക്കമുള്ള ബ്രോക്കറേജുകൾ ഒരു ബൈ ഇനിഷ്യേറ്റീവ് ബൈ റേറ്റിംഗ് ഈ ഒരു ഓഹരിയിൽ നൽകിയിട്ടുണ്ടായിരുന്നു. ടാർഗറ്റ് പ്രൈസ് ആയിട്ട് 650 രൂപയാണ് ഇപ്പോൾ ഡ്രീം ഫോക്സിന് നൽകിയിട്ടുണ്ടായിരുന്നത്. ഇത്തരത്തിലുള്ള ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ന്യൂസിന്റെ ഒരു ഇമ്പാക്ട് നമുക്ക് ഓഹരിയിൽ പ്രകടമായിരുന്നു. സോ ഡ്രീം ഫോക്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വിലയിരുത്തൽ എന്താണ്? പ്രിയ, ഡ്രീം ഫോക്സ് ഹൈലി റിസ്കി ആയിട്ടുള്ള ഒരു ഷെയർ ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഡ്രീം ഫോക്സ് കഴിഞ്ഞ ജൂലൈ മാസത്തിൽ റെക്കോർഡ് ഓൾ ടൈം ഹൈ 840 രൂപ വരെ എത്തിയതിന് ശേഷം പെട്ടെന്ന് വെറും 5-6 സെഷൻസിലായിരുന്നു ഈ ഒരു സ്റ്റോക്ക് ഇത്രയും വലിയൊരു സെൽ ഓഫ് നേരിട്ടത്. അത് GST നിയമങ്ങളിൽ ചെറിയ മാറ്റങ്ങളൊക്കെ വന്നതിനെ തുടർന്നായിരുന്നു ഈ മേജർ ഒരു സെൽ ഓഫ് ഈ സ്റ്റോക്കിൽ നടന്നത്. ഇറ്റ് ഈസ് എ വെരി ഹൈ റിസ്ക് ട്രേഡ്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എക്സ്ട്രീംലി ബെയറിഷ്. ഈ സ്റ്റോക്കിൽ ലോ റിസ്ക് ആയിട്ട് എനിക്ക് ഒരു ബൈയിങ് അവസരവും കാണാൻ സാധിക്കുന്നില്ല. നമ്മൾ പ്യുവർ ട്രേഡിങ്ങിന് വേണ്ടി ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഈ സ്റ്റോക്ക് 585 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ ക്ലോസ് ചെയ്യണം. എങ്കിൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ലഭിക്കത്തുള്ളൂ. പ്രേക്ഷകർ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്സ് പൂർണ്ണമായിട്ടും അവോയ്ഡ് ചെയ്യുക. നമ്മുടെ മുന്നിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ, HDFC ബാങ്ക്, LIC, ജിയോഫിൻ മുതലായ നിരവധി ഹൈ വാല്യുവേഷൻ സ്റ്റോക്ക്, ഹൈലി വാല്യബിൾ സ്റ്റോക്സ്, അതായത് മികച്ച ഫൈനാൻഷ്യൽ പെർഫോമൻസ് കാഴ്ചവെച്ചിരിക്കുന്ന ഒത്തിരി കമ്പനികളുണ്ട്. ആൻഡ് ഇപ്പൊ നിഫ്റ്റി 15, നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിലൊക്കെ കറക്ഷൻ നടക്കുന്ന സമയത്ത് നമുക്ക് ലോ റിസ്കിൽ ഇത്തരം സ്റ്റോക്സിൽ നമുക്ക് പൊസിഷൻ ബിൽഡ് ചെയ്യാനും സാധിക്കുന്നുണ്ട്. സോ നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ റിസ്ക് ട്രേഡ്സ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. നമുക്ക് ബിസിനസ് മനസ്സിലാകാൻ സാധിക്കുന്ന ലോ റിസ്ക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് അവസരം തേടി പോകുക. യെസ്, ഏതായാലും പ്രേക്ഷകരുടെ ക്വയറീസ് അഡ്രസ്സ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ജസ്റ്റിൻ ജോസഫ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് MIC ഇലക്ട്രോണിക്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവോടുകൂടി 45 രൂപ 70 പൈസ എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ MIC ഇലക്ട്രോണിക്സ് അഗെയിൻ വളരെ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആയിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ ഒരു ട്രേഡിംഗ് വോള്യൂം കാണുന്നില്ല, പുവർ ലിക്വിഡിറ്റി, ഹൈലി റിസ്കി. ഈ ഒരു സ്റ്റോക്കിന്റെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും എനിക്ക് കിട്ടുന്ന ഒരു ഫീലിംഗ് ഇസ് ദാറ്റ് ഈ സ്റ്റോക്ക് പ്രൈസിൽ ഒത്തിരി മാനിപ്പുലേഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി അത് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. പുതിയ ലോങ് പൊസിഷൻ പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഒപ്പം ഗണേഷ് എന്ന് പറഞ്ഞ ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് കിറ്റെക്സ് ഗാർമെന്റ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 2.5% ഇടിവോടുകൂടി 243 രൂപ 75 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. കിറ്റെക്സ് ഗാർമെന്റ്സ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഇതിന്റെ കമ്പനിയുടെ മാനേജ്മെന്റ് ഒന്നും ആയിട്ട് എനിക്ക് ഒരു പ്രോബ്ലവും ഇല്ല. ബട്ട് സ്റ്റോക്ക് കഴിഞ്ഞ 10 ദിവസം മുൻപ് 280, 285 ലെവൽ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്ക് നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. സ്റ്റോക്കിന്റെ അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ട്രൈ ടു ക്ലോസ് ദാറ്റ് ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻ ഈ ഹൈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. ഒപ്പം മുഹമ്മദ് ജസീൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇൻഫിബിം അവന്യൂസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% ഇടിവ് രേഖപ്പെടുത്തി 33 രൂപ 95 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഒരു ലോങ് ടേം പെർസ്പെക്റ്റീവിലുള്ള സാറിന്റെ വ്യൂ ആണ് ചോദിച്ചിരിക്കുന്നത്.
ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ഇൻഫിബീമിന്റെ കേസിൽ ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ ഒരു സ്റ്റോക്കും നമ്മൾ മറക്കാൻ പാടില്ലാത്തത് ഇറ്റ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഈ സ്മോൾ ക്യാപ് സ്റ്റോക്സിന്റെ ഒക്കെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രേക്ഷകർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്മോൾ ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഷെയർ മാർക്കറ്റ് പ്രൈസ് വളരെ സ്മോൾ ആയതുകൊണ്ട് ഇത്തരം സ്റ്റോക്സിലായിരിക്കും ഒത്തിരി ഫോക്കസ് കൊടുക്കുന്നത്. ബട്ട് ഇത്തരം സ്റ്റോക്സിന്റെ പ്രോബ്ലം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ഹൈ റിസ്ക്. എന്ന് വെച്ച് കഴിഞ്ഞാൽ മാർക്കറ്റിൽ ഓവറോൾ മാർക്കറ്റിൽ ഒരു ഇടിവോ പ്രോഫിറ്റ് ടേക്കിങ്ങോ നടക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ ഇത്തരം സ്റ്റോക്സിലേക്ക് ഏറ്റവും വലിയ സെൽ ഓഫും വരാൻ പോകുന്നത്. സോ അറ്റ് ദ മൊമെന്റ് ഇൻഫിബീമിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറാൻ ഒരു നല്ല ചാൻസ് കാണുന്നുണ്ട്. ലോങ് പൊസിഷൻ ഓൾറെഡി ഉണ്ടെങ്കിൽ 30-31 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 38 രൂപ 50 പൈസയുടെ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. ഒപ്പം തന്നെ മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ പവർ കമ്പനിയിലുള്ള സാറിന്റെ ഒരു വ്യൂ ആണ്. ലോങ് ടേം പെർസ്പെക്റ്റീവില് നമുക്ക് ലോങ് ടേം ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ ടാറ്റ പവറിന്റെ കേസിലും നമുക്ക് കഴിഞ്ഞ നവംബർ മാസത്തിലെ ബോട്ടം നമുക്ക് കാണാൻ സാധിക്കുന്ന അറൌണ്ട് 235-38 രൂപയ്ക്ക് അടുത്ത. ആൻഡ് കഴിഞ്ഞ ആഴ്ചത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 412 രൂപ വരെ സ്റ്റോക്ക് നേട്ടം നൽകി. അതിനെ തുടർന്ന് സ്റ്റോക്ക് ഇസ് അണ്ടർഗോയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. ആൻഡ് ഈ ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിനെ തുടർന്ന് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 355 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 387 രൂപയുടെ മുകളിൽ ക്ലോസ് ചെയ്യണം. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കാൻ പോകുന്നുള്ളൂ. ഒപ്പം ഡാനിയൽ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജ്യോതി ലാബ്സ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 0.14% ഇടിവിൽ 466 രൂപ 40 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ജ്യോതി ലാബിന്റെ കേസിൽ അഗെയിൻ കഴിഞ്ഞ മാസമായിരുന്നു ഇതിന്റെ റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ നമുക്ക് കാണാൻ സാധിച്ച 554 രൂപയിൽ. അതിനുശേഷം സ്റ്റോക്കിൽ ഒരു നല്ല പ്രോഫിറ്റ് ടേക്കിംഗ് കൺസോൾട്ടേഷൻ നടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഒരു പുതിയൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്തു വരുന്നത് 426 രൂപയ്ക്ക് അടുത്ത. സോ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്നോ. അറ്റ് ദിസ് മൊമെന്റ് എനിക്ക് തോന്നുന്നത് ഈ ഒരു സപ്പോർട്ട് ലെവൽ ഹോൾഡ് ചെയ്യും. ബട്ട് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കണമെങ്കിൽ 500 രൂപയുടെ റെസിസ്റ്റൻസിന് മുകളിൽ സ്റ്റോക്ക് ക്ലോസ് ചെയ്യണം. സോ അറ്റ് ദ മൊമെന്റ് വെയിറ്റ്, ബട്ട് 500 രൂപ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഇരിക്കുക. ഒപ്പം പ്രിയ എന്ന് പറഞ്ഞ പ്രേക്ഷകർ ചോദിച്ചിരിക്കുന്നത് IRFCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവിൽ 147 രൂപ 10 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ IRFCയുടെ കേസിൽ ജനുവരി മാസത്തിലായിരുന്നു നമുക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ കാണാൻ സാധിച്ചത് 192 രൂപ 80 പൈസ. അതിനുശേഷം സ്റ്റോക്കിൽ കണ്ടിന്യൂസ് ആയിട്ട് വി ആർ സീയിങ് എ ഹെൽത്തി പ്രോഫിറ്റ് ടേക്കിംഗ് കറക്ഷൻ. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ലെവൽ ഫോം ചെയ്തിരിക്കുകയാണ് 125 രൂപയില. സോ അറ്റ് ദ മൊമെന്റ് ഒരു ബൈങ് ഓപ്പർച്യൂണിറ്റിയോ എനിക്ക് സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 125. ആ ഒരു സപ്പോർട്ട് നിലനിൽക്കുന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വരും സെഷൻസിൽ നമുക്കൊരു ബൈങ് ഓപ്പർച്യൂണിറ്റി ലഭിക്കും. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഇസാഫിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 62 രൂപ 50 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഇസാഫ് ഇന്നലത്തെ ട്രേഡിംഗിൽ പുതിയൊരു റെക്കോർഡ് ഓൾ ടൈം ലോ ലെവലിലോട്ട് പോയിരുന്നു. ആൻഡ് അറ്റ് ദ മൊമെന്റ് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ട് കാണുന്നത്. സോ അറ്റ് ദ മൊമെന്റ് ഈ സ്റ്റോക്കിൽ പൂർണ്ണമായിട്ടും ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സ്റ്റോക്ക് എവിടെയെങ്കിലും താഴോട്ട് പോയിട്ട് ഒരു പുതിയ ബോട്ടം ക്രിയേറ്റ് ചെയ്യട്ടെ, അതിനുശേഷം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഒപ്പം മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് SBI കാർഡ്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. 0.61% ഇടിവിൽ 727 രൂപ 30 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ SBI കാർഡ് ഒരു നല്ലൊരു ഇൻട്രസ്റ്റിംഗ് ഒരു പാറ്റേൺ ഫോം ചെയ്ത് വരുന്നുണ്ട്. സ്റ്റോക്ക് ആക്ച്വലി കഴിഞ്ഞ 1.5 വർഷമായിട്ട് ഒരു ബെയറിഷ് ട്രെൻഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ബട്ട് സ്റ്റോക്കിന്റെ കേസ് നോക്കുമ്പോഴേക്കും 695 രൂപയിൽ നല്ലൊരു ബോട്ടം, നല്ലൊരു സപ്പോർട്ട് ബേസ് ഫോം ചെയ്ത് വരുന്നുണ്ട്. ആൻഡ് അറ്റ് ദ മൊമെന്റ് നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പുതിയ ബൈയിങ് ഇൻട്രസ്റ്റിംഗ് കാണാൻ സാധിക്കുന്നുണ്ട്.
നമ്മൾ ആസ് ഇൻവെസ്റ്റേഴ്സ് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം തന്നെ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് സ്റ്റഡി ചെയ്യുക. ആ ഫൈനാൻഷ്യൽസിൽ നമ്മൾ കംഫർട്ടബിൾ ആകുക. ആൻഡ് ബൈയിങ് അവസരത്തിന് വേണ്ടി നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ റെസിസ്റ്റൻസ് ഏരിയ 753. 753 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ സ്റ്റോക്ക് നമുക്ക് 790 രൂപ വരെ നേട്ടം നൽകാൻ ചാൻസ് ഉണ്ട്. ബിക്കോസ് ദാറ്റ്സ് ദ മേജർ റെസിസ്റ്റൻസ്. അതിനുശേഷം പുതിയൊരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി കിട്ടണമെങ്കിൽ 810 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. 810 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. സാറിന് ഫ്രീ ആക്കുന്നതിന് മുൻപ് മോത്തിലാൽ ഒസ്വാളിലുള്ള സാറിന്റെ വ്യൂ കൂടി ഒന്ന് അറിയാൻ ആഗ്രഹിക്കുകയാണ്. കഴിഞ്ഞ ദിവസത്തിൽ 6% നിലവിൽ 1629 രൂപ 20 പൈസ റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ മോട്ടിലാൽ ഓസ്വാളിന്റെ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ തുടരുന്നു. ബട്ട് 2 ആഴ്ചകൾക്ക് മുൻപ് ഈ സ്റ്റോക്ക് റെക്കോർഡ് ഓൾ ടൈം ഹൈ ലെവൽ 1937 രൂപ വരെ എത്തിയിരുന്നു. അതിനെ തുടർന്ന് വി ആർ സീയിങ് പ്രോഫിറ്റ് ടേക്കിംഗ്. സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ഒരു സപ്പോർട്ട് ഏരിയ എനിക്ക് കാണുന്നത് 1590 രൂപ. എനിക്ക് തോന്നുന്നത് ഇന്നലത്തെ ക്ലോസിംഗിന്റെ അടിസ്ഥാനത്തിൽ എനിക്ക് തോന്നുന്നത് ആ ഒരു സപ്പോർട്ട് ഇന്നല്ലെങ്കിൽ വരും സെഷൻസിൽ ബ്രേക്ക് ചെയ്യപ്പെടും. മൈ ഒപ്പീനിയൻ ഇസ് ദാറ്റ് നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് ക്ലോസ് ചെയ്യാൻ നോക്കുക. ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല.